അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഹദീസ് പഠനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 പ്രാർത്ഥനകൾ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലത്തി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലത്തി ഫീഹാ മആദി വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ചേർത്ത അതിപ്രബലമായൊരു ഹദീസാണ് ഇത്. വളരെ അർത്ഥവത്തായ 5 പ്രാർത്ഥനകൾ അടങ്ങുന്ന ഒരു ഹദീസ് കൂടിയാണ് ഇത്. കുറഞ്ഞ വാക്കുകളിൽ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന ഹദീസ് കൂടിയാണ് ഇത്. ദീന്, ദുനിയാവ്, ആഖിറത്ത്, ഹയാത്ത്, മൗത്ത് എല്ലാം ഈ ചെറിയ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്നു. ദീനും നന്നാവണം, ദുനിയാവും നന്നാവണം, ആഖിറത്തും നന്നാവണം, ഭൗതിക ജീവിതം നന്മകളിൽ വർധനവുള്ളതാകണം, മരണം എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മോചനമാകണം. ഏതൊരു വിശ്വാസിയും വളരെ ഗൗരവത്തിൽ പ്രാർത്ഥിക്കേണ്ട 5 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഹദീസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അസ്ലിഹ്ലി, എനിക്ക് നീ നന്നാക്കി തരണമേ റബ്ബേ എന്നാണ് 3 കാര്യങ്ങളിൽ ദീനിലും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത്. ദീനും ദുനിയാവും ആഖിറത്തും സലാഹിയത്തിൽ നല്ല അവസ്ഥയിൽ വന്നാൽ അയാൾ ഇഹപര രക്ഷയുടെ ആളായി മാറി എന്നാണ് അർത്ഥം. ഭൂമിയിലെ ജീവിതം എല്ലാ തരത്തിലുമുള്ള ഖൈറുകളുടെ, നന്മകളുടെ വർധനവായാൽ അയാളെപ്പോലെ ഭാഗ്യവാൻ വേറെയില്ല. മരണത്തോടെ എല്ലാ ഷെറിൽ നിന്നും രക്ഷപ്പെട്ടാൽ അയാളെപ്പോലെയുള്ള ഒരു വിജയും വേറെയില്ല. ആ അർത്ഥത്തിൽ വളരെ ഗൗരവപ്പെട്ട ഈ പ്രാർത്ഥനയെ അറബി മൂലത്തോടെ തന്നെ പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പഠിച്ച് ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കണം, പ്രചരിപ്പിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രാർത്ഥനകളും വചനങ്ങളും പ്രചരിപ്പിക്കുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.